നമ്മുടെ ഐ വി ശശി ഇപ്പൊ പടങ്ങളൊന്നും ചെയ്യുന്നില്ല പിള്ളേ. അറിഞ്ഞില്ലേ മമ്മൂട്ടി വെച്ച് അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോലെ. എന്തൊരു മമ്മൂട്ടിയെ വെച്ച് പഴയ അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോണെന്നാ? അടിപൊളി പടമായിരിക്കും. പറയാനുണ്ടോ? നമ്മുടെ ലാലേട്ടന്റെ പുതിയ പടങ്ങളൊന്നും ഇറങ്ങിയില്ലേ? ലാലേട്ടന്റെ അലിബായി ഇറങ്ങിയതല്ലേ? അതിനു മുമ്പ് ഹലോ ഇറങ്ങിയായിരുന്നു. നമ്മുടെ ദിവ്യാണി കുഞ്ഞുണ്ടായി. കല്യാണം കഴിഞ്ഞു. അത് കുറെ കാലായില്ലേ. നമ്മുടെ ദിലീപല്ലേ അവിടെ കെട്ടിയോ? അമ്മേ അപ്പൊ വിചാരിച്ച പോലല്ലോ. വരട്ടെ. ഓക്കെ മാതാജി, പോയിട്ട് വരാം. എല്ലാവരോടും പറഞ്ഞു, വൈശാലിയോട് പറയുന്നില്ലേ? പറയുന്നില്ല. എന്തേ? നാളെ വൈശാലി എന്റെ കൂടെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻസാ? അല്ലെങ്കിൽ നോക്കൂ. ശുക്രിയ. നോ നോ. ശരി, ബൈ ബൈ. ബൈ. സീഡിയോ വണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് വേഗമാട്ടെ, ഇല്ലെങ്കിൽ ഡൽഹിയിൽ എത്തുമ്പോ നമ്മളെരോട് ലേറ്റ് ആകും. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? വല്ലാത്തൊരു വിഷമം. ആ കുട്ടി വരുമെന്ന് തോന്നുന്നില്ല. വൈശാലി! വൈശാലി! ഞാൻ തിരിച്ചു പോവാ. ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നീ വരുന്നോ ഇല്ലയോ? എടീ, നീ വലിയ മിസ്യൂസ് വിചാരിച്ചോ? ആ സന്യാസിമാരുടെ ഇടയിൽ കിടന്ന് എന്റെ ജീവൻ നശിച്ചു പോവുകയുള്ളൂ. ഇനി ഞാൻ വിളിക്കില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇനി എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, അവള് വരില്ല. എനിക്കതറിയാം. അതോ ആ കുട്ടി വന്നാലോ? ഇനി അവള് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. എനിക്ക് ഉറപ്പാ. മകർ ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് പോവാം. വാ, ഞാൻ വണ്ടിയുടെ മോളിൽ കാണും. മോളിൽ എന്തിനാ കയറുന്നത്? അകത്ത് സ്ഥലമുണ്ട്. അവള് വന്നില്ലോ, ഇനിയിപ്പോ എവിടെ കയറിയില്ല. നിങ്ങൾ വണ്ടി കയറി, ഞാൻ പോവാം. നിങ്ങൾ സമയങ്ങളാണ് വരണ്ട. അവള് വലിയ സന്യാസിനിയല്ലേ, ഇവിടെ ഇങ്ങനെ തപസ് ചെയ്തോണ്ടിരിക്കട്ടെ. എനിക്കെന്താ, വണ്ടി വിടറാ. എന്തൊരു നീ നോക്കണത് അല്ലേ? ചോദിച്ചു കേട്ടില്ലേ? എത്ര സുന്ദരിയാ നീ. ചെറിയ കണ്ണുകള്, ഓറഞ്ച് പോലത്തെ ചുണ്ടുകള്. വൈശാലി, ഒറ്റത്തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും, കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും, പൊട്ടുകുത്തണമെന്ന് തോന്നും. അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വയ്ക്കാത്തത്. എവിടെ നോക്കിയാൽ ആപ്പിളിന്റെ ബിസിനസ്സാ? एक एप्पल बॉक्स कितना? हेलो, आपका कितना लॉरी वाला माल? तीन है. ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഹലോ, നീ എവിടുത്തുകാരനാടാ? ആ ലെവലാതി വലിയൊരു മുതലാളി വന്നിരിക്കുന്നു. ആപ്പിള് കണ്ടുപിടിച്ച് ഇവനാന്നാ വിചാരം. ഇവൻ ആരടാ? ആദാമിന്റെ അളിയനാ. പോയി തൊലയടാ. നിങ്ങൾ എന്തിനാ ഇത്ര ഹേർട്ടിംഗ് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ വെറും നോൺസെൻസ് ആണല്ലോ. ടു മച്ച് നോൺസെൻസ്. ഒരു ദിവസമെങ്കിലും ആരോട് സംസാരിക്കാതിരിക്കും. ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആൻ ഉപാസന. നോൺസെൻസ് ഒക്കെ താനേ കുറയും.
എന്താ അനിയ, ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ. കോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു. ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ? തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ, നമ്മുടെ ലോഡ് 3 എണ്ണം പോകുന്നുണ്ട്, കേട്ടി വിടാന്നേ. പിന്നെ എന്ത് വേണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ചോദിച്ചത് എന്താ പറയുന്നേ? നിക്കടാ, നീ എന്താ എഴുന്നേറ്റ് പൊക്കളയുന്നത്? എന്താടാ, ഞാനൊരു കത്തിയാണെന്ന് തോന്നി നിനക്ക്? ഇവിടെ 30 വർഷമായി ആപ്പിൾ ബിസിനസ് ചെയ്യുന്നവനാ ഞാൻ. എന്താ ആരാണെന്നോ ഞാൻ? ഇവിടെ ഓരോരുത്തരോടും ചോദിച്ചു നോക്കടാ ഞാൻ ആരാണെന്ന്. നിനക്ക് മര്യാദയൊന്നുമില്ലേ? എടാ, എന്താടാ സംസാരിക്കാത്തത്? ഞാൻ കിടന്ന് കുരയ്ക്കുന്നുണ്ടല്ലേടാ? നിന്നെ നാം ഇറങ്ങിപ്പോയടാ. സംസാരിക്കടാ, സംസാരിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കടാ. എടാ, എന്നെ വെറും മറ്റവനാക്കുന്നോടാ. നീ സംസാരിക്കാതെ പോയാൽ ഈ മോന്ത ആപ്പിൾ ചതയ്ക്കുന്നത് പോലെ ചവിട്ടി ചതയ്ക്കും. ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നതാ നല്ലത്. സംസാരിക്കുന്നോ പല്ലടിച്ച് കൊഴിക്കണോടാ. ഇതെന്താ പാറക്കല്ലോട്ടുള്ള ഇടിയാ? എനിക്കറിയാം, നീ ആ ബാലഗോപാലിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല മാതാജി. അല്ല, നിന്റെ കണ്ണുകളിൽ അത് കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ വേദന ഞാൻ അറിയുന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നുമില്ല. അടക്കി നിർത്തുകയാണ് നീ കണ്ണുനീര്. കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരയേ. ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഉള്ളിലെ മോഹങ്ങൾ അടിച്ചമർത്തി ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചെറുപ്പമാണ്, ആസ്വദിക്ക്, ജീവിക്ക്. അവനെ തന്നെ വിവാഹവും കഴിക്ക്, കുടുംബിനിയാക്, അമ്മയാക്. അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് തോന്നിയാൽ ഇവിടേക്ക് തന്നെ തിരികെ പോര്. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളവനൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ളവനാ? നല്ല മനുഷ്യനാ മാതാജി. എങ്ങനെ വിശ്വസിക്കും? എനിക്കത് ഉറപ്പുണ്ട്. അവൻ സ്ഥലത്തുണ്ടോ, തിരിച്ചു പോയോ? എനിക്കതറിയില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ സംസാരിക്കാം. ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ്. നീ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനെ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വൈശാലി, നീ അന്വേഷിക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇവന്റെ അല്ലേ? വൈശാലിയെ, യവൻ തിരിച്ചു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. 2 ദിവസമായിട്ട് യവൻ ഈ ആശ്രമത്തെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുമായിരുന്നു. അല്ല പിള്ളേ, ഈ ചെല്ലക്കിളിയെ നിനക്ക് തന്നാ നീ എന്താ ചെയ്യും? ആ, എന്റെ അപ്പച്ചോ, നീ അവളെ കൊണ്ടുപോയി വിറ്റ് കളയുന്നു. എന്തെങ്കിലും കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്ന? അയ്യാടാ, കല്യാണം കഴിക്കുമെന്നാ? എന്റെ പൊന്ന് മാമനവ്രത, നിനക്ക് വേണ്ടിയാ. നോക്കു കുട്ടി, വൈശാലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ അവളൊരു സന്യാസിനിയല്ല. നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വന്നാൽ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാം. குழு மணாலியில இருந்தியா? 2 வருஷமா நீ எங்களை இப்படி சுத்த வச்சுக்கிட்டே இருக்கிறியா? அன்னைக்கு டிவியில ப்ரோக்ராம் வந்தப்பதான் தெரிஞ்சது நீ அங்கத்தான் இருக்க. സന്യാസിയാ? നീ സന്യാസിയാ? സൊല്ലുടി, സന്യാസി വേഷം നിനക്ക്? വൈശാലി വന്നാച്ചാ? കിടച്ചാച്ചാ? സത്യല്ലേ? കിടച്ചാച്ചടാ. കിടച്ചാച്ചെന്നാൽ എന്താ? കിട്ടിയെന്ന്. വൈശാലിയെ കിടച്ചാച്ചേ, വൈശാലിയെ കിടച്ചാച്ചേ. വൈശാലി, നിനക്ക് വൈശാലി ആരാണെന്ന് അറിയോ? വൈശാലി ആരെന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഹാപ്പി അല്ലേ? അത് പോതുണ്ടേ. അവർക്കാർക്കും എന്നെ മനസ്സിലായിട്ടില്ല. പക്ഷെ അവര് വന്ന് അവളെ തേടി മാത്രമാ. അവളെ അവർ പിടിച്ചോണ്ട് പോയി എന്തിനാന്ന് അറിയണം. അതിനു മുമ്പ് അവൾ എവിടെ ഉണ്ടെന്ന് അറിയണത്. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. വേണ്ട മോനെ, വേണ്ട. അവർ നിന്നെ അന്വേഷിച്ച് കിടക്കുക. കണ്ടാ കൊന്നുകളയും. പ്ലീസ്, അച്ഛൻ പറയുന്നത് നീ ഒന്ന് കേക്ക് മോനെ. അളിയ, ഇതാ വീട്.
നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. ശരി, നീ ഇപ്പൊ കാര്യം ഇറങ്ങണ്ട. ഒരു സീറ്റ് താ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവര് നിന്നെ കണ്ട കൊന്നുകളയും. ഇത് പറയാൻ നീ ആരാ? അവരൊന്ന് കൊല്ലാൻ വന്നപ്പോ എന്നെ നീ രക്ഷിച്ചത് ഓർമ്മയില്ലേ? ഓ, നീയായിരുന്നു അത്. ഇവരറിയോ? അറിയും. എനിക്കൊരു സഹായം ചെയ്യോ? പറയൂ. ഞാനൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അവളെ ഇവർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. നീ ഈ പറയുന്നത് വൈശാലിയെ കുറിച്ചാണ്? വൈശാലി നിനക്കെങ്ങനെ അറിയാം? അറിയാം. വൈശാലിയെ രക്ഷപ്പെടുത്തിയതിന് അവരെന്നെ കൊല്ലാൻ വന്നത്. ശരിക്കും വൈശാലി ആരാണെന്നറിയോ? നാരായണ ഭട്ടതിരിയുടെ മോള്. ഇപ്പോ ഞാൻ ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നിരിക്കട്ടെ. അവന്റെ മരുമോളെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ് എന്റെ പേര് കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാര്യത്തിൽ തൽക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ. ഏയ്, മുരുകേശനെ അടിച്ചത് നീയാണോ? കൈകൊട്, കൈകൊട്. നീയാ? അവനെ അല്ല, ഏതവനെ കൈ കിട്ടിയാലും അടിച്ചു നൂത്തേര്. ആ കാര്യത്തിൽ നിനക്ക് ഞാൻ എന്ത് ഹെൽപ്പും ചെയ്യാം. താങ്ക് യു സാർ. ഓ, തുടങ്ങിക്കോ. കുറച്ചെങ്കിലും കഴിക്കാൻ വേണ്ട. മുടിയെ പിടിച്ച് ഇഴുത്ത് നിലത്ത് അടിച്ചാലുണ്ടല്ലോ അവളെ നീ ചോര തുപ്പുവ. സീക്കിരം സാപ്പിട്. ഉനക്ക് വേണ്ടിയല്ല, ഉന്നോட കാസിന് വേണ്ടിയാ. മര്യാദക്ക് சொன்னதை കേട്ട് മുരുകേശന്റെ ഒപ്പം ജീവിക്കാൻ നോക്ക്. ഒരു 6 മാസத்துக்கு அப்புறம் கஷ்டம் തോന്നിയാ சாவு. இல்லனா நானே உன்னை கொன்னுடுறேன். புரிஞ்சுதா? ஏய், சொல்லி குடுறே. എത്ര പേരെ കവലം നോക്കടാ, എല്ലാം ക്രിമിനൽസാ. വൈശാലി ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയെങ്കിലും വൈശാലി എനിക്കൊന്ന് കാണണം. അതൊന്നും നടക്കില്ല. വൈശാലി അവിടെ തന്നെയല്ലേ ഉള്ളത്. ഞാൻ അങ്ങോട്ട് ചെല്ലാം. അവരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞിട്ടാ? എന്നെ കുറിച്ച് അവർക്ക് അറിയില്ല. പവർ കെട്ടിയടാ. അയ്യോ, വേണ്ട 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 ബാലു. ഇപ്പൊ നിങ്ങൾ പവർ കെട്ടിയതാ. ഞാൻ പോയി വൈശാലിയെ കാണാം. ഒത്താൻ അവളെ കൊണ്ടുവരികയും ചെയ്യാം. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ഒരുത്തനെ കൊന്നിട്ടെങ്കിലും വരാം. പവർ കെട്ടി. എന്നടാ ஏண்டா இந்த நேரத்துல கரண்ட் போச்சு? ஏய், மெழுதிரி கத்திச்சு வாங்கடா. அண்ணே, நம்ம மினிஸ்டருக்கு ஃபோன் பண்ணி அந்த எலக்ட்ரிக் டிபார்ட்மெண்ட்டுக்கு வார்னிங் கொடுக்கணும்னே. கொடுக்கலாம். ஏய், எங்கடா மெழுதிரி? ஏய், நில்றாங்க. யார் அது? குடம் அங்க வச்சுட்டு மெழுதி எடுத்துட்டா போ. பார்த்தாயா, இந்த வீட்டுல எத்தனை பேர் இருக்கு, ஒருத்தனுக்குமே காமன் சென்ஸே இல்லடா. மெழுதிரி கத்திச்சு கொண்டு வரதுக்கு இவ்வளவு நேரமா? ஆழா போற கரண்ட் ஒரே இருட்டா இருக்கு. அம்மா, ஏய், அத்தைங்க கொண்டு போற அந்த பொண்ணு ரூம்ல வை.